ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. എന്തെങ്കിലും വ്യത്യാസം മാർക്കറ്റിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഏകദേശം ഹൈ എന്ന രീതിയിലാണ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൻ്റെ ഏറ്റവും പീക്ക് എന്ന രീതിയിലുള്ള പ്രൈസിലോട്ട് എത്തിയിട്ടുണ്ട്, ഏകദേശം 3753 USD. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3450 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും അതേ ഒരു ട്രെൻഡിലോട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ഹൈ ട്രെൻഡ് തന്നെയാണ് നിൽക്കുന്നത്. വലിയ ഡൗൺ എന്ന രീതിയിലോട്ടൊന്നും ചേഞ്ച് ആയിട്ടില്ല. എന്നാൽ ആൾട്ട് കോയിൻസിൽ വലിയ വേരിയേഷൻ വന്നിട്ടില്ല. സൊളാനയ്ക്കകത്ത് മാത്രമാണ് കുറച്ചെങ്കിലും വേരിയേഷൻ വന്നിട്ടുള്ളത്. സൊളാന ഏകദേശം 253 USD പോയിട്ട് കണ്ടോ, 219, 213 USD വീണ്ടും വന്നിട്ടുണ്ട്. സൊളാനയ്ക്ക് ഏകദേശം 100 USD വീണ്ടും വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലോങ് ടൈം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊളാനയ്ക്ക് ഏകദേശം 1000 USD പോകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണുക. നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഹൈ ട്രെൻഡ് തന്നെയാണ്. എതീരിയത്തിൻ്റെ പ്രൈസ് ഉണ്ടോ 5000 USD അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. 1500 USD അതുപോലെ തന്നെ 2000 USD റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം, അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാമെന്ന്. ഏകദേശം ഹൈ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ എതീരിയം പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എതീരിയത്തിൻ്റെ പ്രൈസ് 10,000 USD വരെ പോകും, അല്ലെങ്കിൽ 20,000 USD വരെ പോകുമോ എന്ന് കേട്ടുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയതും ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റും ഞാൻ എപ്പോഴും പറയുന്ന എതീരിയം ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ 1500-2000 USD ഉണ്ടായിരുന്ന ടൈം എതീരിയം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അടുത്ത ലൈറ്റ് കോയിൻ്റെ പ്രൈസ് ഒക്കെ ഏകദേശം ഒരു 68 USD ഒക്കെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 70 USD ഉണ്ടായിരുന്ന ടൈം നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇനി ബി എൻ ബി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഏകദേശം 1083 USD, ഇപ്പോഴും 1000 USD ആണ് നിൽക്കുന്നത്. BNB ഒക്കെ ഞാൻ നിങ്ങളടുത്ത് 25 USD ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഏറ്റവും ഹൈ എന്ന രീതിയിലാണ് ടോപ്പ് ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വീണ്ടും വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ BNBക്കകത്ത് കൂടുതലായിട്ട് ഓളിയോ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്കാൽപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡോജി ഏകദേശം 0.30 അടുപ്പിച്ച് പോയിട്ട് വീണ്ടും 0.24 ആണ് നിൽക്കുന്നത്. 0.15 അടുപ്പിച്ച് മാർക്കറ്റ് ഏകദേശം നിൽക്കുകയാണ്. ഓക്കെ, അതിൽ ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏകദേശം 100% പോയിട്ട് വീണ്ടും 0.24 ആണ്. ഡോജി ട്രോൺ 1 USD നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അയോട്ടെ 0.17 ആണ്, 0.15 വരെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ താല്പര്യം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. മിക്ക പ്രോജക്റ്റും ഡൗൺ തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് ഓരോ പ്രോജക്റ്റും 100-150%, 200% വരെ വേണമെങ്കിൽ ഡൗൺ എന്ന രീതിയിലോട്ട് വേണമെങ്കിൽ മാർക്കറ്റ് വീഴാം. അതുകൊണ്ട് അതാണ് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. CET വീണ്ടും 0.61 വന്നിട്ടുണ്ടായിരുന്നു. 0.049 ഒക്കെ വന്ന ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വീണ്ടും വേണമെങ്കിൽ വന്നിട്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന്. ഓക്കെ, ഇനി സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ് ലോങ് ടൈമിനാണ് പറഞ്ഞിട്ടുള്ളത്. ടോൺ ഇപ്പോൾ ഏകദേശം നല്ല ഡൗണിൽ വന്നിട്ടുണ്ട്. ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് 2.82 ആണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയ പ്രോജക്റ്റാണ് ടോൺ എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. GT ടോക്കൺ എന്ന് പറയുന്നത് 16 USD ആണ്. GT ടോക്കണൊക്കെ ഏകദേശം 2.5 USD പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലോങ് ടൈം വരെ ബൈ ചെയ്യാമെന്ന്. 26 USD പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് 15-16 USD ആണ്. ആവറേജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗേറ്റ് ടോക്കണെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ട്രോൺ ഏറ്റവും ഹൈ എന്ന രീതിയിലായിട്ടാണ് മാർക്കറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ട്രോൺ 0.37 പോയിട്ട് വീണ്ടും 0.30 വന്നിട്ട് 0.34 ആണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് 1 USD വരെ ആണെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. HTX നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഏകദേശം 2650 പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1600 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1600, 1700 നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം ലോങ് ടൈം എന്ന രീതിയിലെന്ന്. ഇനി യൂണിസാപ്പിൻ്റെ പ്രൈസ്, യൂണി ടോക്കൺ അത്ര വലിയ ഹൈയിലോട്ട് പോയിട്ടില്ല. 8 USD ആണ്. 8 USD 5 USD ആവറേജ് ആണെങ്കിൽ വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെർജ് എന്ന് പറഞ്ഞാൽ 0.0052 ആണ്. 0.004 വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്യാവുന്നതാണ്. അടുത്ത് ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് 12 USD ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 27 USD പോയിട്ട് വീണ്ടും മാർക്കറ്റ് 21 USD ആണ്. മിക്ക പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, കാർഡിനോ എന്ന് പറയുന്നത് ഏകദേശം 0.82 ആണ്. 0.55 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്.
നിങ്ങൾക്ക് താല്പര്യമുണ്ടെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. അതിനുശേഷം ഏകദേശം $1 പോയിട്ട് വീണ്ടും 0.82 USD ആണ് നിൽക്കുന്നത്. ഇനി എതീരിയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഇപ്പോഴത്തെ പ്രൈസിൽ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറയാൻ മിസ്സാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ. അതാണ് ഞാൻ പറഞ്ഞത്. 1500-2000 USD നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇനിയും അത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലാതെ ഞാൻ കുറച്ച് പ്രോജക്റ്റ് ഞാൻ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പ്രോജക്റ്റ്. അതിൽ ബിറ്റ്ഗെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിറ്റ്ഗെറ്റ് കണ്ട് ഏകദേശം ചെറിയ രീതിയിൽ മൂവ് ആയിട്ടുണ്ട്. 4.5 USD പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത സെം എന്ന് പറയുന്ന പ്രോജക്റ്റ്, ബാക്കിയുള്ള പ്രോജക്റ്റ് വലിയ രീതിയിൽ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാത്തത്. നിങ്ങൾ ഏത് പ്രോജക്റ്റ് നോക്കിക്കഴിഞ്ഞാലും വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ബിറ്റ്കോയിൻ്റെ അകത്തും നമ്മുടെ എതീരിയത്തിൻ്റെ അകത്തും മാത്രമാണ് പ്രൈസ് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള പ്രോജക്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ക്രോൺസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് 0.09 പറഞ്ഞതാണ്. ഓക്കെ, 0.09 പറഞ്ഞതാണ്. അത് 19 സെപ്റ്റംബറിൽ ഏകദേശം 0.24 പോയി. അതിനുശേഷം വീണ്ടും 0.20 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് മുമ്പും ഇതേ സെയിം 0.09 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.021 പലർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ സെയിം ഇതിലാണ് വന്നത്. ഏകദേശം $1 വരെ വേണമെങ്കിൽ ക്രോൺസ് പോകാം. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ആർബിട്രർ 0.43 ആണ്. ഇനി പോളിഗൺ മാറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും സംശയം കേട്ടിട്ടുണ്ടായിരുന്നു, പോളിഗൺ മാറ്റിക്കിന് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെബാർ എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.22 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $1 വരെ വേണമെങ്കിൽ പോകാം. അതുകൊണ്ട് ആവറേജ് ബൈ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മിക്ക പ്രോജക്റ്റ് ഹൈ ആയിട്ടില്ല. നേരത്തെ അതേ സെയിം പ്രൈസ് തന്നെയാണ്, വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ബൈ ചെയ്ത് കഴിഞ്ഞാൽ, ബിഗിനർ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ ഈ പ്രൈസിലൊക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 3 to 4 വർഷം ഹോൾഡ് ചെയ്യാൻ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഹൈ ആവുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ വന്നിട്ട് പെട്ടെന്നൊരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ഓക്കെ, അത് ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന രീതിയിൽ വേണമെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. കാരണം നല്ല രീതിയിൽ വോളിയം, എതീരിയം, ബിറ്റ്കോയിൻ അതുപോലെ തന്നെ BNBക്കകത്തൊക്കെ നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാവുന്നതാണ്. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. വേറൊന്നും സ്പെഷ്യലായിട്ട് പറയാനില്ല. കാരണം പ്രൈസ് ഒന്നും വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് മാത്രമാണ് ഹൈ എന്ന രീതിയിൽ ട്രെൻഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്.